ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ഹെയർ കളറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഒരുപാട് റിവ്യൂസ് ഡോക്ടേഴ്സും ഒരുപാട് സെലിബ്രിറ്റീസും ഒക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാനൊന്ന് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. നല്ല പാക്കിംഗ് ആണ് അവരുടേത്. അവരുടെ റിവ്യൂസ് ഒരുപാട് പേരുടെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങി നോക്കിയത്. അപ്പം നമുക്കിനി ഇതെല്ലാം എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. പാക്കിംഗ് ഒക്കെ വളരെ നല്ല പാക്കിംഗ് ആണ്. അലോ ഓറഞ്ച് ജെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജെൽ തന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവർ കളർ തന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെയാണ് ആദ്യം നമ്മൾ ഒരു ബൗളിൽ മിക്സ് ചെയ്യാനുള്ളത്. മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാനായിട്ട് അവർ ഒരു ഈ ബ്രഷ് വെച്ച് മിക്സ് ചെയ്താലും മതി. നിങ്ങൾ മാക്സിമം ഒരു ഗ്ലാസ് ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീലോ അലുമിനിയോ അങ്ങനെയുള്ളതൊന്നും എടുക്കരുത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഗ്ലാസ് ബൗളാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം അത് പ്ലാസ്റ്റിക്കിലൊന്നും പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുക. ഓരോ ഹെയർ സ്ട്രാൻഡ്സും എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് മുമ്പേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇനി ഹെയർ ഡൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഹെയർ നല്ല ക്ലീൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ കളർ പിടിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ ഒരു 35 to 40 മിനിറ്റ്സ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ അവർ തന്നിരിക്കുന്ന ഷാമ്പു ഉണ്ട്. ഷാമ്പു യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും അവരൊരു മാസ്ക് തന്നിട്ടുണ്ട്. മാസ്ക് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം മാസ്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ മുടിയിലെ വെള്ളം മുഴുവൻ നമ്മൾ വാർത്തൻ കളയണം. അതിനുശേഷം ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ്സ് നിന്നതിന് ശേഷം 3 to 4 മിനിറ്റ്സ് നിന്നതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് നമുക്ക് ടവൽ ഡ്രൈ ചെയ്താൽ മതി. നമ്മുടെ കയ്യിലൊന്നും ഇതൊന്നും ആകാതിരിക്കാൻ വേണ്ടി 1 പെയർ ഓഫ് ഗ്ലൗസും അവർ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ ഇൻഡസ് വാലി ഡാമേജ് ഫ്രീ ജെൽ കളർ എന്നാണ് അവർ പറയുന്നത്. അവരുടെ പുതിയതായിട്ട് അവർ കുറച്ചുകൂടെ നേരത്തെ ഉള്ളതിനേക്കാളും പുതുതായിട്ട് അവർ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇറക്കി എന്നുള്ള രീതിയിൽ അവർ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. അവരതിൽ പറയുന്നത് പോലെ അവരതിൽ അലോവേറ, അംല, ഹെന്ന, ഒഹോബ, ബേസിൽ, ഓറഞ്ച്, വീറ്റ് ജേം, സൺഫ്ലവർ ഇതിൻ്റെ എല്ലാം കണ്ടൻസ് അതിൽ ചേർത്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ ഞാൻ വാങ്ങിയ ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്, ബ്ലാക്ക് അല്ല ഞാൻ വാങ്ങിച്ചത്. അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ല, അമോണിയ ഇല്ല, PPD ഇല്ല, നാച്ചുറൽ ഹെയർ കളർ എന്നാണ് അവർ പറയുന്നത്. ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടതിന് ശേഷം ഞാൻ വാങ്ങിച്ചതാണ്. ലോങ് ലാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ബാക്കി ഹെയർ കളറിനേക്കാളും എക്സ്ട്രാ സേഫ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ മുടിക്കൊന്നും കട്ടിയില്ല, വളരെ തിന്നിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഉള്ള മുടിയും കൂടെ ഒരുപാട് കെമിക്കലൊക്കെ ഉള്ള ഹെയർ ഡൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുഴുവനായിട്ട് പോകും. അപ്പോൾ ഉള്ള മുടി സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ലത് നോക്കി തന്നെ വാങ്ങണം. ഈ മാസ്കിലായിക്കോട്ടെ, മാസ്കിൽ അവരെഴുതിയിരിക്കുന്നത് അവരെഴുതിയിരിക്കുന്നത് റൈസ് എക്സ്ട്രാക്ട്സ് ഉണ്ട്, അവോക്കാഡോ ഉണ്ട്, അർഗൻ ഓയിൽ, കാസ്റ്റർ ഓയിൽ, സ്വീറ്റ് ആൽമണ്ട്, പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ആണ് അവർ ചേർത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്ന ഈ ഷാംപൂയിലും ടീ ട്രീ, ഓറഞ്ച് പീല്, കെമോമൈൽ, അശ്വഗന്ധ, അംല, ഹെന്ന, ഭൃംഗരാജ്, ലെമൺ ഫ്രൂട്ട്, അലോവേറ ലീഫ്, ആൽമണ്ട്, ഫെനോഗ്രീക്ക് എല്ലാം ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പൗഡറിൽ പോലും അവർ പറയുന്നത്, അതായത് നമ്മുടെ കളർ മാറ്റുന്ന ഈ പൗഡർ ഉണ്ടല്ലോ, അതിൽ പോലും അവർ എഴുതിയിരിക്കുന്നത് അംല, വേറെന്തോ ഒരു സെല്ലുലോസ് ഗം, സിട്രിക് ആസിഡ്, ബേസിൽ, ഹെന്ന ഇത്രയൊക്കെ ചേർത്താണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. വേറെയും കുറേ സാധനങ്ങളുണ്ട്, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, വെളിയിലുള്ളതൊന്നുമല്ല. പിന്നെ അലർജി ടെസ്റ്റ് 48 hours മുമ്പേ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അവർ പ്രത്യേകം വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, അലർജി ടെസ്റ്റ് ചെയ്യണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കരുത്, കുട്ടികളുടെ അടുത്തൊന്നും വെക്കരുത്. ഇത് 2 പാക്കറ്റിലായിട്ട്, ഒരു പാക്കറ്റിൻ്റെ അകത്ത് വേറൊരു പാക്കറ്റിൽ പൊതിഞ്ഞിട്ടാണ് ഈ ആക്ടിവേറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സേഫ് പാക്കിംഗ് ആണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്യാം. ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗളിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഈ കളറാണ് അതിൻ്റെ ആക്ടിവേറ്റർ. ഇത് 5 gram ആണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ജെല്ല് മിക്സ് ചെയ്യാം. ഓറഞ്ചാണ് ഇത്, ഓറഞ്ച് കളറാണ്, നോക്കോളൂ. നല്ല ഓറഞ്ചിൻ്റെ മണമാണ്. ഒരു സാധാരണ കെമിക്കൽസിൻ്റെ നാറ്റമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ അറിയില്ല, ഇപ്പം എന്തായാലും ഇല്ല.
ഞാൻ ഒരുപാട് റിവ്യൂസിലൊക്കെ ഡോക്ടേഴ്സ് ഹെയർ കളറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇൻഡസ് വാലി, അതുപോലെ തന്നെ ക്യൂട്ടി കളറ്, ഇങ്ങനെയുള്ള കുറേ അതായത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മൾ ഹെയർ ഡൈസ് ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത തന്നെ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ എല്ലാം തിന്നിങ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് കെമിക്കലും കൂടെ യൂസ് ചെയ്യുമ്പം കുറേ കൂടെ മുടി പൊഴിയുകയും ചെയ്യും. മുഖത്ത് ഒരുപാട് കറുത്ത അടയാളം വരും. ഒരുപാട് കെമിക്കൽസ് തലയിൽ ആകുമ്പോഴാണ് നമുക്ക് മുഖത്ത് ഈ 2 സൈഡും നിറച്ച് കറുപ്പ് വരും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാത്തിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ്. കാരണം നാറ്റമില്ല കേട്ടോ, നല്ല ഓറഞ്ചിൻ്റെ മണമാണുള്ളത്. കണ്ടോ? ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്തു. കുളിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ബാക്കി. ഓക്കെ, അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞെത്തി. മുടിയെല്ലാം നല്ലോണം കറുത്തു. പക്ഷേ ഞാൻ ഒരുപാട് ഹെയർ ഡൈ പലതും മാറി യൂസ് ചെയ്തിട്ടുണ്ട്. മാറി യൂസ് ചെയ്തതിൽ വിലയുള്ളതും യൂസ് ചെയ്തിട്ടുണ്ട്, വിലയില്ലാത്തതും യൂസ് ചെയ്തിട്ടുണ്ട്. വിലയുള്ളതിൽ എനിക്ക് പക്ഷേ ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൽ മുടിക്ക് ഒരു സ്മെല്ലും ഇല്ല, നല്ല മണമാണ്, ഓറഞ്ചിൻ്റെ ഒരു മണമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ച് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വാങ്ങി അപ്ലൈ ചെയ്ത് നോക്കൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്ന ഷാമ്പു ഇടുന്നവരെ മുടി ഭയങ്കര റഫായിരുന്നു ഷാമ്പു ഇട്ടിട്ടും. പക്ഷെ അവർ തന്ന മാസ്ക് ഉപയോഗിച്ചപ്പം നല്ല സോഫ്റ്റായി മുടി. മാസ്ക് ഞാനൊരു 3-4 മിനിറ്റ് ഇട്ടിട്ട് നിന്നിട്ടാണ് കുളിച്ചത്. അപ്പോൾ അതിന് ശേഷം ഉള്ള ഇതാണ്, എല്ലാ മുടിയും കറുത്തു. ഇനി ഇത് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും ഒരുപാട് പെട്ടെന്ന് ഞാൻ ഡൈ ചെയ്യുന്ന ആളല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡൈ ഇട്ടതിന് ശേഷം ഞാൻ ഏകദേശം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നേ ഇട്ടതാണ്. എന്നിട്ട് ഇന്നാണ് ഇടുന്നത്. ഞാൻ എപ്പോഴും ഡൈ യൂസ് ചെയ്യത്തില്ല, കുറേ അങ്ങ് നരയ്ക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ അതുപോലെ വരാൻ നോക്കാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.